2 വർഷത്തിലൊരിക്കൽ നടത്തിക്കൊണ്ടുവരുന്ന കട്ടത്തിലെ മഖാം ഉറൂസിൻ്റെ അവസാന ദിവസത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഇന്നാണ് അന്നദാനം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മൊത്തം കാഴ്ചകളും അതുപോലെ അവിടെ കഷ്ടപ്പെടുന്ന വോളണ്ടിയറുകളുടെ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇതുപോലത്തെ കാഴ്ച ഇനി കാണണമെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. تفريغ الدمع من عين قاد تلاءت بين المعالم والزمح يا الندم مولاي صل وسلم دائما ابدا على حبيبك خير الخلق وخالف النفس والشيطان وأثيما وإنهما من يسعى فالتائم ولا تطع منهما خصما ولا كما فأنت تعرف كيد الخصم والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنعل به القلب وتنفرج بالقرب القضاء به الاباد تنال بالرغائب وحسن الخواطر ويستصل الامام ومنجي الكريم وعلى اله وصحبه في كل لمحة ونفس بعضد كل معلوم لك. اللهم اغفر مثل ثوابنا قرنا وهذه هدية واصلة ورحمة نازلة وبركة شاملة. إنا إلى روح نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم ثم إلى أرواح آبائه وإخوانه من الأنبياء والمرسلين ثم إلى أرواح أصحاب البدرين والأهدين والخندقين والهنين وصائر الصحابة كلهم أجمعين ثم إلى أرواح وقطب الأخطاب وغفر الله محي الدين عبد القادر الجيلاني صلى الله عليه وسلم ثم إلى أرواح سلطان العارفين الشيخ أحمد الكبير الدفاعي قدس الله سره ثم إلى أرواح سلطان الهند خواجة معين الدين الجسري الأجميري قدس الله سره ثم إلى روح جدي وقرة عيني وسيد محمد فاطمة الحيدروسي قدس الله سره ثم إلى روح أبي وسيدي وسيد فضل بوكوي الحيدروسي قدس الله سره ثم إلى روح تاج العلماء سيد عبد الرحمن البخاري قدس الله سره ثم إلى حضرات جميع أولياء الله تعالى من مشارقها إلى مغاربها ثم إلى حضرات جميع مشايخنا في الطرائق كلهم أجمعين. اللهم ارحم يا ربي ربطهم وآنس وحشتهم وآمن روحتهم ونبر معلتهم وارفع درجتهم يا رب العالمين. اللهم اجمع بيننا وبينهم في جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم بحقهم وبجاههم يسر مسيرنا وسهل أمورنا وقض
حاجاتنا واشفي أمراضنا يا شافي الأمراض اللهم افتح لنا أبواب الخير أبواب البركة أبواب السلامة أبواب العافية في الدين والدنيا والآخرة إنك على كل شيء قدير اللهم بارك لنا في كل أمورنا بركة ضامة كما باركت على عبادك الصالحين റഹ്മാനായ റബ്ബേ പാപികളായ ദോഷികളായ ഞങ്ങളുടെ മുഴുവനും പാപങ്ങളെയും ഈ മജ്ലിസിന്റെ കാരണമായി പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞു ചെയ്തും അറിയാതെ ചെയ്തതും രഹസ്യമായതും പരസ്യമായതും വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും ഈ മജ്ലിസിന്റെ കാരണമായി പുറത്തു തരണം റഹ്മാനേ. ഈ മജ്ലിസിനെ നിന്റെ പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നിന്റേതാക്കി ഞങ്ങളിലും എപ്പോഴും നിന്നെ സ്മരിക്കുന്ന എപ്പോഴും നിന്നെ ഓർമ്മിക്കുന്ന ഒരു നല്ല ഹൃദയം കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനേ. വേണ്ടാത്ത വികാരങ്ങളെ തൊട്ട് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും പ്രവർത്തനങ്ങളും പരിപൂർണമായും നിന്റെ പുതുക്കി തരണം റഹ്മാനേ. ഈ മജ്ലിസിൽ ഞങ്ങൾക്ക് പരിശുദ്ധ റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കണേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ഈ മജ്ലിസിലേക്കും ഈ സംഘടനകളിലേക്കും ഈ നാട്ടിലേക്കും പ്രദാനം ചെയ്യണേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകണേ. അവിടത്തേക്ക് ധാരാളമായി ഈ പരിശുദ്ധമായ ജലാലിയുടെ കാരണമായി ഈ നാടിന്റെ ആത്മീയ ചൈതന്യത്തെ നിലനിർത്താൻ പരിശുദ്ധമായ സുന്നത്തുൽ ജമാഅത്തിന്റെ മഹനീയമായ പാരമ്പര്യവും ഇവിടെ നിലനിർത്തണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ കാരണമായി ഞങ്ങളുടെ ഈമാൻ പരിപൂർണമാക്കി തരണം ഹൃദയങ്ങളെ വിശാലമാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാഹ്. കടങ്ങളിൽ പെട്ടുപോയവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കൾ നൽകണം റഹ്മാനേ. ഞങ്ങളുടെ വിവാഹമായ പെൺകുട്ടികൾക്ക് ഖൈറായ ഭർത്താക്കന്മാരെ എത്തിച്ചു തരണം റഹ്മാനേ. എന്തെല്ലാം നല്ല ഉദ്ദേശങ്ങളുമായി ഈ മജ്ലിസിലേക്ക് വന്നവരുണ്ടോ പറഞ്ഞു ആ ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിക്കണേ. എന്തെല്ലാം ലോകങ്ങളുമായി മജ്ലിസിലേക്ക് വന്നവരുണ്ടോ ഇവിടെ കൊണ്ട് പറഞ്ഞവരുണ്ടോ ആ രോഗങ്ങൾക്ക് ഇത്രയോ ആളുകൾ മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. മാരകമായ തുടങ്ങി പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരും പുതിയ മാരകമായ വിഷമിക്കുന്നവരും രോഗങ്ങളെ വൈറസുകളെ ഞങ്ങളെയും ഞങ്ങളുമായി നീ കാത്തുരക്ഷിക്കണം. ചെയ്തു പോയ തെറ്റുകളുടെ അക്രമങ്ങൾ തമ്മാടിത്തരങ്ങളുടെ കാരണമായി മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നതോ പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് റഹ്മാനായ റബ്ബേ ലോകത്തെല്ലായിടത്തും സമാധാനം നിലനിർത്തണമേ. വിശിഷ്യ ഫലസ്തീൻ ജനതക്ക് നീ സ്വാതന്ത്ര്യം നൽകണം റഹ്മാനേ. ആ രാജ്യത്തിന് സമാധാനം നൽകണേ. ആ സഹോദരങ്ങൾക്ക് നീ രക്ഷ നൽകണം റഹ്മാനേ. ആ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അവരുടെ ശക്തിയെ നീ ക്ഷയിപ്പിക്കണേ. മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇസ്സത്ത് നൽകണം റഹ്മാനേ. നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് രക്ഷ നൽകണേ. ആ രാജ്യങ്ങൾക്കും നീ രക്ഷ നൽകണം റഹ്മാനേ. അഭിവൃദ്ധി നൽകണേ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഈ മജ്ലിസിലേക്ക് സഹായങ്ങൾ ചെയ്തവരെ വിശിഷ്യ നമ്മുടെ ഫണ്ടിന് വേണ്ടി ഇവിടെ പലരും പല നിലക്കുള്ള സംഭാവന നൽകിയവരും ചെയ്തവരും എല്ലാം സ്വീകരിക്കണേ. അവർക്കെല്ലാം ലോകത്ത് ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനേ.
സ്വാലിഹായ അമലായി നീ അതിനെ സ്വീകരിക്കണേ അല്ലാഹ്. ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നമ്മുടെ ബഹുമാന്യരായ ഉസ്താദുകൾ നേതൃത്വം നൽകുന്ന പരിശുദ്ധമായ ദർശനങ്ങൾ നൽകുന്ന റഹ്മാനേ, ഈ നാടിന് അനുഗ്രഹമായി നൽകണം റഹ്മാനേ. ഉസ്താദുകൾക്ക് ദീർഘായുസ്സ് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ കുടുംബത്തിനല്ലേ ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റും മറ്റ് ഭാരവാഹികളുമായി പ്രവർത്തിച്ചവര് പലരും മരണപ്പെട്ടു പോയി. അവരുടെ എല്ലാ അപകടങ്ങളും നീ സ്വർഗീയമാക്കണം റഹ്മാനേ. ജലാലിയാറാത്തീവിൽ സംബന്ധിച്ചുകൊണ്ടുള്ള പലരും മരണപ്പെട്ടു പോയി. അവരുടെ എല്ലാ അപകടങ്ങളും നീ വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. റഹ്മാനായ റബ്ബേ, ഈ മജ്ലിസിൽ വന്ന് ദിക്ർ ചൊല്ലിയ നല്ലവരായ ഉമ്മ പെങ്ങന്മാര്, നമ്മുടെ ഉസ്താദുമാർക്ക് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന നല്ലവരായ സഹോദരികൾ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണം റഹ്മാനേ. അവരുടെ മനസ്സിന് നല്ല റാഹത്ത് നൽകണം റഹ്മാനേ. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തിലാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെയും മക്കളെയും സ്നേഹത്തിലാക്കണം റഹ്മാനേ. ശത്രുതയിലുള്ള ജ്യേഷ്ഠാനുജന്മാരെ സ്നേഹത്തിലാക്കണേ അല്ലാഹ്. വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സ്നേഹവും സമാധാനവും സന്തോഷവും നിലനിർത്തണം റഹ്മാനേ. റഹ്മാനായ റബ്ബേ, എത്രയോ ആളുകൾ പല നിലക്കുള്ള വിഷമങ്ങൾ പറഞ്ഞിവിടെ ദുആ കൊണ്ട് പറഞ്ഞവരുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് ഭംഗിയാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാം റാഹത്തിലാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഈ ലോകത്തും ഗുണം ലഭിക്കുന്ന നല്ല മക്കളാക്കി തരണം റഹ്മാനേ. ഗർഭിണികളായ സഹോദരികൾ സുഖപ്രസവം നൽകണം റഹ്മാനേ. പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പള്ളികൾക്ക് സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നവര്, അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ഏർപ്പാടുകളാണ് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. നാട്ടിൽ കച്ചവടം ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ എല്ലാറ്റിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ മഹത്തായ മജ്ലിസിൽ പ്രത്യേകം ദുആ കൊണ്ട് പറഞ്ഞ പ്രവാസികളുണ്ട്, ഇവിടത്തേക്ക് സഹായങ്ങൾ ചെയ്ത പ്രവാസികളുണ്ട്. ഇതെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനേ. എല്ലാ കാര്യങ്ങളും അവർക്ക് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരിക്കുന്ന അവസരത്തിൽ പരിപൂർണമായ ഈമാൻ കൊണ്ട് ധന്യമാക്കണം റഹ്മാനേ. ഈ മഹത്തായ പള്ളിയും ദിവസമുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെയും നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ, അവർക്കെല്ലാം ഇതെല്ലാം നല്ല പൊരുത്തത്തോടെ മുന്നോട്ട് നയിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരുടെ പ്രവർത്തനങ്ങളെ സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണം റഹ്മാനേ. ഇവിടെ ഓൾഡ് സ്റ്റുഡൻസ് പ്രവർത്തകന്മാരായ എത്രയോ ആളുകൾ, നല്ലവരായ ചെറുപ്പക്കാരുടെ രക്ഷിതാക്കളും, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനേ. ഇനിയും നാടിന്റെ അനുഗ്രഹമായി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സന്മനസ്സും തൗഫീഖും സാമ്പത്തിക സ്രോതസ്സും നീ അവർക്ക് തുറന്നു കൊടുക്കണം റഹ്മാനേ. റഹ്മാനായ റബ്ബേ, മരിക്കുന്ന അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അവസാനമായി സ്വർഗ്ഗീയ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സജ്ജനങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാനേ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ മരണവും
പരിശുദ്ധിയിലാക്കണേ അല്ലാഹ്